Tracy, ദമ്പതികളുടെ മകൻ ജോസഫ് അലക്സ്, അയ്യങ്കേരി ജോഷി ലിഖിത ദമ്പതികളുടെ മകൻ കരൺ ജോൺ, സെന്റ് അൽഫോൻസയിൽ നിന്നും സെബിൻ അനക്ക, യൂണിറ്റിൽ നിന്നും ഉത്തിരി ലിജു സിംജിന ദമ്പതികളുടെ മകൾ മക്കൾ ഇമാനുവേൽ ഗോഡ്വിൻ, ചോദ്യത്തിന് അന്വേഷിക്കും ഒട്ടുതന്നെ നിനക്ക് അടിയെ വാഗ്ദാനം ദാസിയും കൂട്ടിയാക്കരുതേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നവരോ. നിനക്ക് മാമോദിസത്തിലൂടെ പാപകടകൾ കഴുകി ഈ ശിശു പുതുജന്മപ്രാപിക്കട്ടെ. നിന്റെ ഭക്തിയെ ശരീരത്തിൽ അറിവുമായിത്തീരുന്ന ഈ ദാസി കൂതാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികമായി വരുവാനിടയാകട്ടെ. ഈ ആനന്ദത്തെ ഈ ദാസിയോട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ചോദിക്കുന്ന ചോദ്യത്തിന് മാതാപിതാക്കളും തലത്തിലുള്ളവരും ഉത്തരം പറയുക. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോമിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ വെറോനിക്ക എന്ന എസ്തർ മേരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്രിതയായിരിക്കുന്നു. പ്രവേശനഗാനം ആരംഭിക്കുന്നു.
തിരിതെളിയിക്കാനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. തുടർന്ന് പിതാവിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന റവറൻഡ് ഫാദർ സിനോജ് നീരന്താവിൽ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട വികാരച്ഛൻ അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ ബെത്തുലിയച്ചനെയും കുട്ടികളുടെ പ്രതിനിധികൾ ഏഞ്ചൽ റോയ്, ജുവാൻ ജിമ്മി, തലപ്പത്തനും തലപ്പത്തമ്മയുമായി സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ ട്രസ്റ്റിയായ ആണ്ടോടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ തങ്കമ്മ ആണ്ടോ, ഇന്ന് മാമോദിസ സ്വീകരിക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കളായ അറക്കൽ വെണ്ണി, അനു, ഐക്യന്മാരുടെ പ്രതിനിധിയായ യേശുദാസ് മാസ്റ്റർ, അധ്യാപകരെയും ദീപം വലിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സർവമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സൗവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സൗവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സൗവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദവരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവെന്ന് അങ്ങി വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ ദൈവമേ, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അങ്ങയുടെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുശരീരവും തിരുരക്തവും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ആത്മശരീര നൈർമല്യത്തോടെ ഈ ദൈവീയ രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സങ്കീർത്തനത്തിന് മറുപടിയായി കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് എല്ലാവരും, പ്രത്യേകിച്ച് ആഘോഷമായി ദിവ്യാരനെ സ്വീകരിക്കുന്ന കുട്ടികളും ഉറക്കെ പറയുക. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എല്ലാവരും കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ച പിടിച്ച പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എന്നെ ബലപ്പെടുത്തുകയും തന്റെ നാമത്തിന് ചേർന്ന വിധം നീതിയുടെ പാതയിലൂടെ എന്നെ നയിക്കുകയും ചെയ്യുന്നു. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നും ഭയപ്പെടുകയില്ല. എനിക്കൊന്നിനും അവിടുത്തെ
തൊട്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എന്റെ ശിരസ്സും തൈര് കൊണ്ട് പൂശുന്നു, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, ഞങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 12-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ആശീർവദിക്കുന്നവേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവേൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ വീതം കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെ പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും
ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. ഈ മാസം 14 ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധിക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത്. അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവും അടക്കം ചുട്ട് ഭക്ഷിക്കണം. പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത്. എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറിക്ക് ചെരുപ്പുകളൊടിഞ്ഞ് വടികയിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങളാ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടണം. ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത്. എന്നാൽ ഭക്ഷിക്കാനുള്ളത് പാകം ചെയ്യാം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തലമുറ തോറും ഈ ദിവസം ആചരിക്കണം. ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ്. ആദ്യ മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ മുതൽ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്തപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണരുത്. ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പിച്ചപ്പം മാത്രമേ ഭക്ഷിക്കാവൂ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സ്വദ്വാർത്ത അറിയിക്കുന്നതിനെ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്കു സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിപ്പിക്കുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ടു നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആറ്റിൻപറ്റങ്ങളെ മേയ്ക്കും. പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരികൾ നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. ദൈവമായ കർത്താവിനെ സ്തുതി.
ആഗമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. കരുവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതു മാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്ത് പോ നിങ്ങൾ ഫലമേകിടൂ. നാഥന്റെ തിരുമുൻപിലായി സ്തുതിഗീതമാലപിക്കൂ. മാംസമായി മണ്ണിതിൽ അവതാരം ചെയ്തൊരു വചനം തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകും വചനം തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേരിൽ നിക്കോദേമസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും?
അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. യേശു വീണ്ടും അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും പ്രാധാന്യവുമുള്ള ദിവസമാണ്. 50-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സുവർണ ജൂബിലിയുടെ ഈ അവസരത്തിൽ ഇന്ന് 3 കൂദാശകൾ പരികർമ്മം ചെയ്യപ്പെടുകയാണ്. മാമോദീസ നൽകുന്നു, തൈലാഭിഷേകം അഥവാ തൈലലേപന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുന്നു. വിശുദ്ധ കുർബാന ആദ്യമായും ആഘോഷമായും നൽകപ്പെടുന്നു. അതിനൊരുക്കമായി ഈ 15 കുട്ടികൾ 15 പേര് വിശുദ്ധ കുംഭസാരം സ്വീകരിച്ചു. അങ്ങനെ ജൂബിലിയിലേക്ക് ഒരുങ്ങുന്ന അവസരം വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായി മാറുകയാണ്. 2009 ഞാൻ അതിരൂപതയിൽ പ്രഖ്യാപിച്ചത് 5-ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് ഞാൻ വരുമെന്ന്. അതിൻ്റെ കാരണം അതിരൂപതയിൽ ഓരോ വർഷത്തെയും സ്ഥിതിവിവര കണക്കുകൾ എടുത്തപ്പോൾ വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായമായി നമ്മൾ മാറുന്നു എന്ന് മനസ്സിലാക്കി. ഇന്ത്യയിൽ ഏറ്റവും വേഗം കുറയുന്നത് പാർസികളാണ്. രണ്ടാമത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിറിയൻ കാത്തലിക്സ് അഥവാ മാർത്തോമ ക്രിസ്ത്യാനികൾ, സീറോ മലബാർ സഭാംഗങ്ങൾ, ഒപ്പം മാർത്തോമ സഭക്കാരുമാണ്. അങ്ങനെ വന്നപ്പോഴാണ് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഇങ്ങനെ പ്രഖ്യാപിച്ച്. അതുമുതൽ 2009 മുതൽ സാധിക്കുന്നതും 5-ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് പോകാറുണ്ട്. വല്ലപ്പോഴൊക്കെ അങ്ങനെ പള്ളിയിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. മുണ്ടത്തിക്കോട് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആദ്യമായിട്ടാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ വന്നപ്പോഴാണ് വികാരിയച്ഛൻ ഇതോടുകൂടി ഞാനിങ്ങനെ 5-ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് കുറേ കാര്യങ്ങൾ വികാരിച്ചൻ ചേർത്തു. അപ്പോൾ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ക്ഷണിച്ചു. ജൂബിലി ജൂബിലിയുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനം, അങ്ങനെ പലവിധ കാര്യങ്ങളെല്ലാം കൂടി വികാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഞായറാഴ്ച ഇന്ന് വരാനായിട്ടുള്ള കാരണം അതാണ്. എന്നാലും സന്തോഷമുണ്ട് നിങ്ങളോട് കൂടെ ഇപ്പോൾ ആയിരിക്കുന്നതിൽ. പ്രത്യേകിച്ച് നമുക്കറിയാം പലവിധ കാരണങ്ങളാലാണ് നമ്മുടെ സമുദായം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, കുടുംബത്തിൽ മക്കളില്ല, 1 കുട്ടി 2 കുട്ടി, ഇതൊക്കെ അക്സെപ്റ്റ്. അതുകൊണ്ട് അറയ്ക്കൽ ബെന്നി അനുവിനെ പ്രത്യേകം ഞാൻ അനുമോദിക്കുകയാണ്. അവരെ നിങ്ങൾ നന്നായി തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, കാരണം മക്കളില്ലാത്തത് അതിനേക്കാൾ ഇപ്പോൾ പേടിപ്പെടുത്തുന്നത് ഒരു 15,000 പേരെങ്കിലും നമ്മുടെ അതിരൂപതയിൽ പെണ്ണ് കിട്ടാണ്ട് ആൺപിള്ളേർ 30, 32, 35 ആയിട്ട് നമ്മുടെ രൂപതയിലുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? പെൺപിള്ളേർ കല്യാണം വേണ്ടാന്ന് പറയുന്നവർ കൂടി തുടങ്ങി. അപ്പോൾ കല്യാണം കഴിക്കാത്തത് വലിയൊരു പ്രശ്നമായി നമ്മുടെ സമുദായത്തിൽ. മക്കൾ വേണ്ടാന്ന് പറയുന്ന ദമ്പതികൾ വളരെയേറെ കൂടി. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി +2 കഴിയുമ്പോഴേക്കും നമ്മുടെ യുവതിയുവാക്കൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക. ഇങ്ങനെ പലവിധ കാരണങ്ങളാലാണ് നമ്മുടെ സമുദായം അന്യം നിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് ഈ 5-ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്ക്
എവിടെയാണെങ്കിലും സാധിക്കുന്നതും വരുമെന്നും അത് ആഘോഷമായി തന്നെ എല്ലാവരും അറിയത്തക്ക വിധത്തിൽ തന്നെ പൊതു കുർബാനയോട് കൂടി തന്നെ നടത്താൻ തീരുമാനിച്ചതും പ്രഖ്യാപിച്ചതും. അപ്പോൾ ഇനിയും കോട്ടത്തേക്ക് എനിക്ക് വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ കാരണം അന്യം നിന്ന് പോകുന്നു. പിന്നെ കുട്ടികളോട് 10ാം ക്ലാസ് ആകുമ്പോഴേക്കും അവരോട് പുറത്തേക്ക് പോകൽ പറയല്ലേ. നാട്ടിൽ തന്നെ ഇന്ന് പോലും ഞാൻ ഒരാളോട് പറഞ്ഞു, നീ ഇവിടുത്തെ ജോലി കിട്ടാൻ ലോകത്തിലെ ഏറ്റവും ഉറപ്പുള്ള ജോലി ഇന്ത്യയിലത്തെ സർക്കാർ ജോലിയാണ്. അത് നേടാൻ പലതരത്തിൽ പിന്നെ നമ്മുടെ ഓഫീസുകളിൽ നമ്മുടെ ആൾക്കാരുണ്ടാവാൻ കൂടി ശ്രമിക്കണം എന്നുകൂടി പ്രത്യേകം പറയുകയാണ്. ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത് 3 കൂദാശകളുടെ സ്വീകരണത്തോടെയാണ്. ഇനിയാണ് കുട്ടികളോട് ചോദ്യം. 15 പേരല്ല, അവരോടാണ് ചോദിക്കണേ. ഒരാൾ പൂർണ്ണ ക്രിസ്ത്യാനിയാകുന്ന 3 കൂദാശകൾ, അതിനെ വിളിക്കുന്ന പേര് പ്രഥമ കൂദാശകൾ അഥവാ പ്രവേശക കൂദാശകൾ. ഏതാണ് ഈ പ്രവേശക കൂദാശകൾ അഥവാ പ്രഥമ കൂദാശകൾ? ഏതൊക്കെയാ? മാമോദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന. ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടതുപോലെ നിക്കോദെമോസിനോട് പറഞ്ഞു. നിക്കോസ് ചോദിച്ചു, അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പോഴാണ് പറഞ്ഞത്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇന്ന് നമ്മുടെ വെറോനിക്ക എന്ന മാമോദിസ പേരുള്ള എസ്തർ മേരി ഇന്ന് വീണ്ടും ജനിക്കുകയാണ്. നമ്മളൊക്കെ വീണ്ടും ജനിച്ചവരാ. അപ്പോൾ വീണ്ടും ജനിക്കുന്നതിന് ഉള്ള അവസരമാണ്. ആദിമസഭയിൽ ചിലപ്പോൾ മാമോദിസയ്ക്ക് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട്. എന്നാൽ മുതിർന്നവരാണ് പിന്നീട് മാമോദിസ സ്വീകരിച്ചതുകൊണ്ട് മുതിർക്കും ഈ 3 കൂദാശകൾ ഒരുമിച്ച് കൊടുത്തു. മാർത്തോമാ ക്രിസ്ത്യാനികൾ പണ്ടുകാലം 16ാം നൂറ്റാണ്ട് വരെ ഈ 3 കൂദാശകൾ ഒരുമിച്ചാണ് സ്വീകരിച്ചത്. ഒരാൾ പൂർണ്ണ ക്രിസ്ത്യൻ മിക്കവാറും ദുഃഖ ശനിയാഴ്ച, പെസഹ വ്യാഴാഴ്ച പോയി ഈസ്റ്റർ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ദുഃഖ ശനിയാഴ്ചയാണ് മാമോദിസ. അത് കഴിഞ്ഞ് ഒരുക്കി തൈലാഭിഷേകം വൈകുന്നേരം നടന്നു. പുലർച്ചെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോകുന്ന പതിവൊക്കെ പണ്ടുണ്ടായിരുന്നു. പിന്നീട് ലത്തീൻകാരുടെ ഇടയിൽ അത് പിന്നെ 3 സമയത്തായി. പിന്നെ അത് സഭയുടെ ആരാധനാക്രമ നവീകരണത്തിൻ്റെ ഭാഗമായി വീണ്ടും ഒരുമിച്ച് ആക്കുകയാണ്. ഒരാൾ മാമോദിസ സ്വീകരിച്ച ഒരാളെ സ്ഥിരീകരിച്ച് പൂർണ്ണനാക്കി അങ്ങനെ സ്ഥിരീകരിക്കുന്ന കൂദാശയാണ് വിശുദ്ധ മൂറോൻ കൊണ്ട് തൈലാഭിഷേക കൂദാശ. ഇപ്പോൾ മുതിർന്ന കുട്ടികളിൽ 15 പേരിൽ 3 പേര് തൈലാഭിഷേകം തൈലസേന കൂദാശ സ്വീകരിച്ചിട്ടില്ല. അവരും കൂടി ഇപ്പോൾ ഈ കുഞ്ഞിനോടൊപ്പം സ്വീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഈശോയുമായി ഒന്നാകണം. യേശു യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ യേശു പറയുകയാണ്, വചനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായാൽ ഈശോയുമായി ഒന്നാകണം. അപ്പോൾ ഈ എസ്തർ മേരിക്ക് എന്താ ചെയ്യാൻ പോണേ? തിരുശരീരം തിരുരക്തത്തിൽ മുക്കി കുഞ്ഞിൻ്റെ ചുണ്ടിൽ തൊടുവിച്ച് ഈശോയുമായി എസ്തർ മേരിയെ ഒന്നാക്കി. ആഘോഷമായി ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നവരോ അവർ ഈശോയെ സ്വയം സ്വീകരിക്കുന്നു. ഇനി എസ്തർ മേരി കുർബാന സ്വീകരിക്കുന്ന സാധാരണ നിലയിൽ ആഘോഷമായിട്ട് ഇവരെ പോലെ ആയിരിക്കണം. തിരിച്ചറിവിൻ്റെ പ്രായം കഴിഞ്ഞ് ഓർമ്മയോടെ ബുദ്ധിയോടെ വിശ്വാസം ഏറ്റുപറയാൻ. അപ്പോൾ എസ്തർ മേരിയയ്ക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയാൻ പോകുന്ന ആരാ? ഈ ഇരിക്കുന്ന തലതൊട്ടപ്പനും തലതൊട്ടമ്മയും മാതാപിതാക്കളും. നിങ്ങൾ മാത്രം പോരാ കേട്ടോ. തലതൊടുന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കണം. ഇടയ്ക്കൊക്കെ എല്ലാ ജന്മദിനത്തിനൊക്കെ എന്തെങ്കിലും സമ്മാനമായിട്ടൊക്കെ കൊണ്ടുവരുന്നു, കുഴപ്പമില്ല. ഇത് ഈ മാതാപിതാക്കൾക്കും തലതൊടുന്നവർക്കും മാത്രമല്ല എസ്തർ മേരിയുടെ ഉത്തരവാദിത്വം, ഈ ഇടവയിലത്തെ എല്ലാവർക്കും. അതുകൊണ്ട് എസ്തർ മേരിക്ക് വേണ്ടിയിട്ടിപ്പോൾ ഉടനെ തന്നെ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വിശ്വാസം ഏറ്റു പറയാൻ പോവുക. എന്ന് വെച്ചാൽ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടുവരാമെന്ന് നിങ്ങളെല്ലാവരും പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ 15 പേര് ആഘോഷമായി ദിവ്യാകാരുണ്യ സ്വീകരണം നടത്തുന്നത്, എല്ലാവരും സ്വീകരിക്കുന്നവർ, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചപ്പോൾ വിശ്വാസം എന്താ ചൊല്ലിയെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ഈ കുഞ്ഞിനെ പോലെയാ. പക്ഷെ ഇന്ന് നിങ്ങൾ വിശ്വാസം ഏറ്റു പറയണം. മാമോദിസയുടെ വ്രതങ്ങൾ നവീകരിക്കണം,
വിശ്വാസം ഏറ്റുപറയണം. അപ്പോൾ ഉടനെ തന്നെ കാറോസസിക്ക് ശേഷം വിശ്വാസം പറയുമ്പോൾ നിങ്ങൾ ഉറക്കനെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയണം. നിങ്ങൾ മാത്രം പോരാ, ഈ കുഞ്ഞിന് വേണ്ടി ഇടവയിലുള്ള എല്ലാവരും നിങ്ങളും ഉറപ്പായിട്ട് ഉറക്കെ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയും. പറയില്ലേ? വിശ്വാസം ഏറ്റുപറയണം. അങ്ങനെ ഈ കുഞ്ഞിനെയും എല്ലാ മക്കളെയും വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ 3 കൂദാശകൾ സ്വീകരിച്ച് ക്രൈസ്തവരായി കഴിയുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ ജീവിക്കണം. ജീവിച്ചാൽ മാത്രം പോരാ, ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയും വേണം. ഇന്ന് ഈ ഞായറാഴ്ച ഈ ഉയർപ്പുകാലത്തിൻ്റെ 5-ാമത്തെ ഞായറാഴ്ച വായിക്കാനായിട്ട് സഭ നൽകിയിരിക്കുന്ന സുവിശേഷം ഈശോ 72 ശിഷ്യന്മാരെ പറഞ്ഞയച്ചതാണ്. വചനം സ്വീകരിച്ച് കൊടുക്കലാണ്. കുട്ടികൾക്ക് 4 സമ്മാനങ്ങൾ ഈശോ തരുന്നുണ്ട്. ഇവർക്ക് കൊന്തയൊക്കെ കൊടുക്കണ്ട. 4 സമ്മാനങ്ങൾ. ഒന്ന്, ഈശോയുടെ വചനം. ഇവർക്ക് ബൈബിള് കൊടുക്കണ്ട, വചനം തരികയാണ്. ഇന്ന് ബൈബിള് തന്നിട്ട് ഇനി നിങ്ങൾ എന്നാ വായിക്കാൻ പോണേ? എല്ലാ ദിവസവും ഒരു പാരഗ്രാഫെങ്കിലും വായിക്കുമോ? നിങ്ങളോട് ചോദിക്കണേ, വായിക്കുമോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നയിക്കാനുള്ള നിയമഗ്രന്ഥമാണ് ബൈബിള്. ബൈബിള് തരുന്നത് മടക്കി വീട്ടിൽ വയ്ക്കാനല്ല. എല്ലാ ദിവസവും അതിലൊരു പാരഗ്രാഫ് നിങ്ങൾ വായിക്കണം. ഇല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവരോട് ചോദിച്ചോളൂ. 2ാമത്തെ സമ്മാനം, 1 ഈശോയുടെ വചനം, 2 ഈശോയുടെ ശരീരം, പരിശുദ്ധ കുർബാന. ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന എന്നേക്കും ജീവിക്കും. യേശു ഏറ്റവും അധികം ആഗ്രഹിച്ച് ഏറ്റവും ഒരുങ്ങി താൻ വന്ന മനുഷ്യനെ രക്ഷിക്കാനുള്ള രക്ഷ മുഴുവൻ പ്രാവർത്തികമാക്കാൻ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ഥാപിച്ചതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാന സ്വീകരണം. ഇനി ഞാൻ കുട്ടികളോട് ചോദിക്കട്ടെ, ഇന്നത്തെ കഴിഞ്ഞിട്ട് ഇനി എന്നാ പള്ളിയിലേക്ക് വരിക? വെക്കേഷൻ എല്ലാ ദിവസവും വരുമോ? ഞായറാഴ്ച മുടങ്ങാണ്ട് വരുമോ? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം. 3ാമത്തെ സമ്മാനം, ഈശോയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ. നിങ്ങൾക്ക് മാമോദിസയിൽ പരിശുദ്ധാത്മാവ്, തൈലാഭിഷേകത്തിലും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 1:6 വായിക്കുന്ന പോലെ ഉജ്ജ്വലിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തൈലാഭിഷേക കൂദാശ സ്വീകരിക്കുന്നവർ 3 കുട്ടികൾ, ഈ കുഞ്ഞും അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. ഇനി നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമോ? പഠിക്കാൻ പോകുമ്പോൾ, കളിക്കാൻ പോകുമ്പോൾ, എന്ത് ചെയ്യാൻ പോകുമ്പോഴും പരിശുദ്ധാത്മാവെ നയിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ സമ്മാനങ്ങൾ ഏതൊക്കെയാണ്? 1 ഈശോയുടെ വചനം, 2 ഈശോയുടെ ശരീരം, 3 ഈശോയുടെ ആത്മാവ്. 4ാമത്തൊരു സമ്മാനം കൂടി തരുന്നുണ്ട്. അത് ഈശോ കുരിശുമേൽ കിടക്കുമ്പോൾ യോഹന്നാനെ നോക്കി പറഞ്ഞതാ, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അമ്മ സൈഡിലിരിക്കണല്ലേ, ഇനി സ്വർഗീയ അമ്മേനെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്താ? കൊന്തയും ബന്ധിങ്ങും ഒക്കെ. എല്ലാ ദിവസവും കൊന്തയില്ലോ. അമ്മയോട് ഭക്തി ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. പരിശുദ്ധ അമ്മ, നിങ്ങളുടെ അമ്മേനെ നിങ്ങൾ ഉപേക്ഷിക്കുമോ? അപ്പനെ ഉപേക്ഷിക്കുമോ? ഇല്ല. സ്വർഗത്തിലുള്ള അമ്മേനെ ഉപേക്ഷിക്കുമോ? ഈശോയെ ഉപേക്ഷിക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് 4 സമ്മാനങ്ങൾ ഇന്ന് ഈശോ നിങ്ങൾക്ക് തരുന്നു. ഏതൊക്കെയാണ് 4 സമ്മാനങ്ങൾ? ഈശോയുടെ വചനം, ഈശോയുടെ ശരീരം, ഈശോയുടെ ആത്മാവ്, ഈശോയുടെ അമ്മ. അങ്ങനെ നല്ല കുട്ടികളായി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിനെ നമുക്കിന്ന് ഈ ഇടവകയ്ക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയുക. നിങ്ങൾ ഈ കുർബാന കഴിഞ്ഞാൽ ഉടനെ എവിടേക്കാണ് പോണേ? എവിടേക്കാണ് നിങ്ങൾ പോവുക? കുട്ടികൾ ഭക്ഷണത്തിന്, ഗംഭീരമായ ഭക്ഷണത്തിന് എവിടെ, ഈ ഹോട്ടലിലേക്ക്, അവിടേക്കൊക്കെ നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും പൊക്കോ. പക്ഷെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാതാപിതാക്കൾ ഒന്നൊരു ശ്രദ്ധിക്കുക. ഇവർക്കൊരു ഹോംവർക്ക് തരിക. വീട്ടിൽ ചെന്ന് ഇവർക്ക് തിരിയുണ്ടോ? തിരിയില്ലേ? ആ തിരി കൈ പിടിച്ച് അവിടെ വീട്ടിൽ തിരി കത്തിക്കണം. മനസ്സിലായോ?
അപ്പോൾ നിങ്ങളാണ് ഇനി വീട്ടിൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങേണ്ടത്. നിങ്ങൾക്ക് ഉത്തരവാദിത്വം തരിക. അപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവർ ലീഡർഷിപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ രൂപ കൊണ്ട് മുമ്പിൽ നിന്നിട്ട് ചെല്ലുമെന്ന്. കാരണം നിങ്ങൾക്ക് വലിയ അനുഗ്രഹം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് തരിക. ബൈബിള് നിങ്ങൾ തുറക്കുക. ഒരു പാരഗ്രാഫ് ബൈബിളിൽ ഇന്ന് വായിക്കുക. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം കിട്ടുന്നതുകൊണ്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചു. എപ്പോഴാണ് വീട്ടിൽ ചെല്ലണമെന്ന് വെച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് ചെയ്തൂടെ? ബുദ്ധിമുട്ടുള്ള കാര്യമാണോ മക്കളെ? അപ്പോൾ അത് കഴിഞ്ഞ് പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ മാത്രം പോരാ, വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങൾ സ്തുതിയും കൊടുക്കണം. എല്ലാം കൂടി ഒരു 4-5 മിനിറ്റ് എടുക്കുള്ളൂ, പേടിക്കണ്ട. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അതെന്താണ്, നിങ്ങൾ അയക്കപ്പെടുകയാണ്. ഈശോയെക്കുറിച്ച് ഇനി മറ്റുള്ളവരോട് കൂട്ടുകാരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയില്ലേ? വചനം പറയണം, സുവിശേഷം അറിയിക്കണം. അങ്ങനെ നല്ല കുട്ടികളായി ജീവിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസം നമ്മുടെ ഇടവക സുവർണ്ണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ദൈവാനുഗ്രഹം സമൃദ്ധമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന് കാരോസൂസ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. മാമോദീസയിലൂടെ ദൈവമക്കളായി തീർന്ന പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യരക്ഷ പ്രാപിക്കും എന്നരുൾ ചെയ്ത കർത്താവെ, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് നിത്യജീവിതത്തിന് യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്നരുളി ചെയ്ത കർത്താവെ, ഈ ബലിയിൽ പങ്കുചേർന്ന് നിന്റെ രക്ഷകര സ്നേഹം നിരന്തരം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാളിൽ സ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പന നൽകിയ കർത്താവെ, അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിന്റെ ശിഷ്യർക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തയെയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തയെയും മാർ ടോണി നീലങ്കാവിൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാമാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൃഢമായ ലക്ഷ്യത്തോടുകൂടി രാജാക്കന്മാരുടെ രാജാവായ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളുടെ നാവിൽ വച്ചു തരുന്ന അഭിവന്ദ്യ ആൻഡ്രൂസ് പിതാവിനെയും പിതാവിൻ്റെ ഉദ്യമങ്ങളെയും ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്നും ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതിനും അനുരഞ്ജന കൂദാശയിലൂടെ ഈശോയുടെ തീക്ഷ്ണതയുള്ള പടയാളികളായി തീരുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനും മാർഗദീപമായി ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തിയ ഞങ്ങളുടെ ഫ്രാങ്കോച്ചനെയും ഈ സുദിനത്തിനു വേണ്ടി ഞങ്ങളെ ഒരുക്കിയ ഞങ്ങളുടെ പ്രിയ അധ്യാപകരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഞങ്ങളുടെ മാതാപിതാക്കളെയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിക്ഷപ്പെടുത്തി മാമൂസ നൽകുവാൻ കൽപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പന അനുവർത്തിക്കുന്ന ഞങ്ങളെ എത്ര കൺപാർക്കണമേ. ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. മനുഷ്യരെല്ലാവരും ഒരിടെ എൻ്റെ കീഴിൽ ഒരു ആലയത്തിൽ ഒന്നുചേരുന്ന നിന്റെ രക്ഷാകര ദിനം വേഗം സംജാതമാകട്ടെ.
ഞങ്ങൾ പരികർമ്മം ചെയ്യുന്ന ഈ വിശുദ്ധ കൂദാശ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ ഈ ശിശുവിന് നിത്യജീവനിലേക്കുള്ള കവാടമായി ഭവിക്കട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. നിങ്ങളുടെ മാമോദീസ ദിവസം നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇന്ന് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ തന്നെ കത്തോലിക്ക സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ ഏറ്റുപറയാൻ പോവുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ചോദിക്കുമ്പോൾ വിശ്വാസം ഏറ്റുപറയുന്നു. എല്ലാവരും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുക. സർവശക്തനും പിതാവും ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിയാകനും യുവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവൻ ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യമാകുന്നു എന്നും അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്നും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാഥാവുമായ ഏക പരിശുദ്ധാത്മാവിനും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടുപോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെതിരിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ഇതിനായി ദാസനെയും തിരഞ്ഞെടുത്തുവല്ലോ. സകലനീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടിയോർമ്മ സ്വീകരിക്കുകയും മാവോത്സവന്മാർ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂദാശി യഥാവിധ പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥായത്തേക്കും സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവരുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് താമസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിനാൽപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും പാപമോചനം നൽകി ആദ്യ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെറോനിക്കുന്ന സ്ഥലമേരി വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദിസപ്പെടുന്നു. നമ്മുടെ കർത്താവ് വിശുദ്ധ വസ്ത്രത്താൽ എന്നെ അനുഗ്രഹിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. മാമോദിസയിലൂടെ ദൈവമകളായി തീർന്ന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി
കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഹിയോൻ ശാലയിൽ പ്രാർത്ഥന നിരതരായിരുന്ന ശിഷ്യരിൽ എന്ന പോലെ ഈ ദാസർക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ചൈതന്യത്താൽ നിറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാനും എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താനും ഇവരെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അരൂപിയാൽ പൂരിതരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഇവർ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങേ വിസ്മരിക്കാതിരിക്കുവാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയം വയ്ക്കുവാനും ഇവർ ശക്തരാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷികളായി ജീവിച്ച് മരണശേഷം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തൈലാഭിഷേകം സ്വീകരിക്കുന്നവരും കുഞ്ഞിന് വേണ്ടി തലതൊടുന്നവരും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് നമ്മെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നേരത്തെ മാംസയിലൂടെ തൈലാഭിഷേകിച്ച കുട്ടികളും കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് എൻ്റെ അഭിഷേകം ഉജ്ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞുങ്ങൾ സ്വീകരിക്കാത്തവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ ഗാനത്തിൽ പങ്കുചേർന്ന് ഉറക്കെ പാട്ടുപാടി പ്രാർത്ഥിക്കുക. എല്ലാ ഗാനം പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയാൽ കാർമികൻ ഈ ദാസരെ മുദ്രിതരാക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്ലേഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ലേഹന്മാരുടെയും അവരുടെ പിൻഗാമികളുടെയും കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് ഈ ദിവ്യദാനം അങ്ങയുടെ ദാസർക്ക് നൽകുന്നതിന് എളിവനായ എന്നെയും യോഗ്യനാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. 3 പ്രാർത്ഥനയോടെയാണ് തൈലാഭിഷേകം അഥവാ സ്ഥൈര്യലേപന കൂദാശ പരികർമ്മം ചെയ്യപ്പെടുക. ഒന്നാമത്തേത് കൈവെപ്പ് പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകുന്നു. രണ്ടാമത്തേത് വിശുദ്ധ മൂറോൻ കൊണ്ട് ലേപനം ചെയ്ത് മുദ്രിതരാക്കുന്നു, സമാപന പ്രാർത്ഥന. ഈ അവസരത്തിൽ അതിനിടയ്ക്ക് നേരത്തെ സ്വീകരിച്ച കുട്ടികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കപ്പെടാനുള്ള പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാം. മാമോദീസായിലൂടെ പുതിയ അനുഭവവും മിശിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ ദാസരെ മുദ്രിതരാക്കണമേ. ആബാപിതാവെ എന്ന് അങ്ങേ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ഈ ദാസർക്ക് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്
സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളികളും സഭയുടെ വിശ്വസ്ത ദാസരുമായി ജീവിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവരിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസർക്കിടയാകട്ടെ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദിസ സ്വീകരിച്ച ഔസേപ്പ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച ഗോഡ്വിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച വെറോനിക്ക എന്ന എസ്തർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച ജോസഫ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പൂർണ്ണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിടിച്ച് അവരിൽ വന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിപ്പിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസ സമയത്ത് തൈലാഭിഷേക കൂദാശ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഈ മക്കൾ ഇന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. തൈലാഭിഷേക കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിന് നൽകി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനും വിശ്വസ്ത മക്കളായി ജീവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കിയ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തൈലാഭിഷേകത്തിലൂടെ ഈ മക്കൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളും ഇവരിൽ ഉജ്ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസംയമനവും ഈ മക്കളിൽ നിറയട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി ഇവർ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഈ ദാസർ സ്വീകരിച്ച് ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവർ ആരംഭിച്ചിരിക്കുന്ന അവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഈ ദാസരെ സംരക്ഷിക്കട്ടെ. അങ്ങയുടെ മിശിഹായുടെ ദിവ്യ പരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കുവാൻ ഇവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യസൗഭാഗ്യത്തിൻ്റെയും അടയാളമായി വെറോനിക്ക എന്ന എസ്തർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. മാമോദിസ വഴി ദൈവപുത്രരായി തീർന്ന ഈ ശിശുവിനോടുകൂടെ നമുക്കും ദൈവത്തെ ആബാ പിതാവ് എന്ന് വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഇരിക്കുക. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
യോഗ്യമല്ലേലും എന്നാദനേകുന്നു കുമിള പോൽ ക്ഷണിതം ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എന്നാദനേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മാറിയ ഔസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മേടിഞ്ഞൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പത്രിയർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമീൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അന്യാതിരേയത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച് വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുള്ള ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ നീ പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ അത്യുന്നതനായ ദൈവമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുവായി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും സ്നേഹപിതാക്കന്മാരായ ടോണി പിതാവിനും ജേക്കബ് പിതാവിനും മറ്റെല്ലാ മിത്രാന്മാർക്കും ഞങ്ങളുടെ പുരോഹിതന്മാർ, ബിഷപ്സാനമാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും
വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശതരം, ദുഃഖിതരും, ദരിദ്രരും, പീഡിതരും, രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവുന്ന ജീവദായകമായി സുവിശേഷം വഴി വിശുദ്ധ മാമോദീസ സജ്ജയും ജീവദായകമായി അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭസന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിയനകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടിയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാം ആ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഞങ്ങളെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യാർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിനു സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പടവുകൾ താണിറങ്ങി മണ്ണേ ജീവന്റെ ഭോജ്യമായി തിരുരക്തവും മാംസവും നൽകും. ഓ എന്റെ ദൈവമേ, ആരാധന. പിന്നിൻ പടവുകൾ താഴെ
ആണിറങ്ങി മണ്ണിൽ ജീവന്റെ ഭോജ്യമായി തൻ തിരുരക്തവും മാംസവും നൽകും. ഓ എന്റെ ദൈവമേ, ആരാധന ആരാധന ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന ആരാധന ആരാധന. ജീവന്റെ ഭോജ്യമേ ആരാധന. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരത്നങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തേണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നു ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവരുടെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, മനസാക്ഷിയുടെ നേർമല്യത്തോടും
വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടെ നമുക്ക് സമീപിക്കാം. ഇന്ന് മാമോദീസായും സ്ഥൈര്യലേപനവും സ്വീകരിച്ചവരും അവരുടെ മാതാപിതാക്കളും ജ്ഞാനസ്നാന മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് അഭിവന്യ പിതാവിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ബാക്കിയുള്ളവർക്ക് സഹകാർമ്മികരും ഡീക്കനും വിശുദ്ധ കുർബാന നൽകുന്നതായിരിക്കും. കാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം പൂജ്യമേ ദ്യോവിനിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാലേയമേ ഹൃദയമൊരുക്കി ഞാൻ നാദാ അണയൂ സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം പൂജ്യമേ ദ്യോവിനിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാലേയമേ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയും നീശോ ആരാധന. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഔദ്യോഗികമായിട്ടുള്ള നന്ദി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉള്ളതിനാൽ വളരെ ചുരുക്കത്തിൽ ഒരു വാക്ക് അഭിവന്യ പിതാവിനും സെക്രട്ടറി അച്ഛനും നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. അഭിവന്യ പിതാവെ, ഒത്തിരി തിരക്കുകളുള്ള ദിവസമാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച. ഇന്ന് ഞങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് വരാൻ
കാണിച്ച ഔദാര്യപൂർവ്വം കാണിച്ച ആ വലിയ മനസ്സിന് എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേകിച്ച് അറയ്ക്കൽ ബെന്നി അനു കുടുംബത്തിൻ്റെ പേരിലും കൈക്കാരന്മാരുടെ പേരിലും ഈ 15 കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും പേരിലും ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പേരിലും പിതാവിൻ്റെ ഇടവകയിലേക്ക് വന്നതിന് ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ 2011-12 കാലഘട്ടങ്ങളിൽ പിതാവിനോടൊപ്പം ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആ നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടായിരുന്നു. എന്നെ പ്രത്യേകമായി സ്നേഹിക്കുകയും പരിഗണിക്കുകയും പൗരോഹിത്യ കൂട്ടായ്മയിൽ ഒരു അപ്പനെ പോലെ സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ദൈവപരിപാലനയുടെ ഏറ്റവും വലിയ ഏജൻസിയായ അഭിനന്ദ പിതാവിന് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം സിനോജച്ചൻ ഒത്തിരി ബന്ധമുള്ള അച്ഛനാണ്. ഞാൻ തിരൂരാണ് ആദ്യമായിട്ട് കൊച്ചച്ഛനായത്. അവിടെ ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ജൂനിയർ CLCയുടെ പ്രസിഡൻ്റായിരുന്നു അജിത്ത് അച്ഛനും, സെക്രട്ടറി ആയിരുന്നു സിനോജച്ചനും. അവർ രണ്ടുപേരും വൈദികരായി. തിരൂരിടവക്കാരനാണ് സിനോജച്ചൻ. അത്രമേൽ ആത്മബന്ധം ഞാൻ പട്ടം കിട്ടിയ ആദ്യ വർഷം മുതൽ സിനോജച്ചനായിട്ടുണ്ട്. സിനോജച്ച ഇന്നത്തെ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്ത് എല്ലാം ക്രമീകരിച്ചതിനും എന്നോട് കാണിക്കുന്ന പ്രത്യേക വാത്സല്യത്തിനും പരിഗണനയ്ക്കും വ്യക്തിപരമായ പേരിലും ഈ ഇടവക കൂട്ടായ്മയുടെ പേരിലും പിതാവിൻ്റെ സെക്രട്ടറി അച്ഛന് സിനോജച്ചന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. ബാക്കി എല്ലാവർക്കും വിശദമായിട്ടുള്ള നന്ദി പറയണമെന്നുണ്ട്. മറ്റൊരു അവസരത്തിൽ അടുത്ത ദിവസം തന്നെ, അടുത്ത ഞായറാഴ്ച തന്നെ അത് പറഞ്ഞുകൊള്ളാം. ഇന്ന് പിതാവിൻ്റെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നില്ല. ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകടനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കും. നമുക്ക് പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പിതാവ് ഇപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ മുഴുവൻ അധ്യക്ഷനാണ്. CBCIയുടെ അധ്യക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുഴുവൻ കത്തോലിക്ക സഭയുടെ ഭരണ ചുമതലയുള്ള നേതൃത്വം നൽകേണ്ട ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് അഭിനന്ദ പിതാവിന് വീണ്ടും നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും തീരുമാനങ്ങൾക്കും പിന്നിലുണ്ട് എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അഭിനന്ദ പിതാവിനെ നന്ദി പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പിതാവിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും തീരുമാനങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് ഇനിയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അഭിനന്ദ പിതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും അഭിനന്ദ പിതാവിനും നന്ദി പറയുന്നു. നമുക്ക് വിശുദ്ധ ബലി തുടരാം. ആഘോഷമായ ദിവ്യകാരുണ്യം സ്വീകരിച്ച കുട്ടികൾ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് അവരുടെ ഈശോയെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് ഇപ്പോൾ പ്രതിജ്ഞ എടുക്കുക. കുട്ടികളെ ഏറ്റിയില്ല. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കടങ്ങളുടെ പൂർത്തിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സത്ഫലങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ സ്വന്തം ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി നൽകിയ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സംഭരിച്ച ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിർത്തണമേ. ആഴമുള്ള ദൈവവിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങയെപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചു കൊള്ളാമെന്നും ഞായറാഴ്ചകളിലും
കടപ്പെട്ട ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലും ഇടവകയിലും സഭയിലും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാഹകരായി വ്യാപരിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ സംരക്ഷകയാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിനെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറിയ ഔസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥന ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വളരാൻ ഈ മക്കളെ സഹായിക്കുമാറാകട്ടെ. ഈ സഹോദരരുടെ സ്വർഗീയ മധ്യസ്ഥരുടെ അപേക്ഷ ജീവിതയാത്രയിൽ ഇവർക്ക് എന്നും തുണയായിരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാറിയ ഔസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും ഇടവക മധ്യസ്ഥനായ ക്രിസ്തുരാജൻ്റെയും പ്രാർത്ഥന ഈ മക്കളെ സഹായിക്കുമാറാകട്ടെ. ഇവരുടെ നാമത്തിന് കാരണഭൂതരായ വിശുദ്ധരുടെ ജീവിത മാതൃക ഇവർക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. മാമോദീസായിലൂടെ ദൈവമക്കളുടെ പദവിയിലേക്ക് നമ്മെ ഉയർത്തിയ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നാം എന്നും അവിടുത്തെ തിരുവിഷ്ടം നിറവേറ്റുന്നവരും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ ധീരപ്രേക്ഷിതരാകട്ടെ. നാം സ്വീകരിച്ച തിരുശരീരവും തിരുരക്തവും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശികളായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നമ്മെ സംരക്ഷിക്കട്ടെ. ഈശോയെ സ്വീകരിക്കുവാൻ ഇവർ ഒരുക്കിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യാപകരെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ഇന്ന് മാമോദിസ സ്വീകരിച്ച ഈ കുഞ്ഞിനെയും തലതൊടുന്നവരെയും മാതാപിതാക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവർത്തിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഇപ്പോൾ ഇവർക്ക് തിരി നൽകി ബൈബിൾ നൽകി ഇവരെ ഉത്തിരിയ സഭയിൽ ചേർത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. കുട്ടികളും മാതാപിതാക്കളും എഴുന്നേറ്റ് നിന്ന് 3 പ്രാർത്ഥനകൾക്ക് ആമേൻ എന്ന് ഉത്തരം പറയുക. ലോകത്തിൻ്റെ പ്രകാശവും സാരത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ദൈവവചനമനുസരിച്ച് ജീവിക്കുവാൻ രക്ഷകനായ മിശിഹാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ എന്താഗ്രഹിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു? കുട്ടികൾ ഉത്തരീയ സഭയിൽ അംഗങ്ങളാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മലനാഥയുടെ പ്രത്യേക സംരക്ഷണത്തിൻ്റെ അടയാളമായി ഉത്തരിയും ഭക്തിപൂർവ്വം ധരിക്കുവാനും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കുവാനും ദൈവമാതാവ് നിങ്ങളെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഉത്തരീയ സഭയുടെ അംഗങ്ങളായി നിങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും കർമ്മലനാഥയുടെ സംരക്ഷണവും നിങ്ങളെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ ഉത്തരീയവും ജപമാലയും നിങ്ങൾ നിരന്തരം ധരിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യുവിൻ.
പരിശുദ്ധ കന്യാമറിയത്തെ ഉത്ഭവത്തിൽ നിന്ന് രക്ഷിക്കുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മാതാവായി ഉയർത്തുകയും ചെയ്ത ദൈവമേ, ആ മാതാവിനെ അനുകരിച്ച് വിശുദ്ധരായി ജീവിക്കുവാനും എപ്പോഴും അങ്ങേ തിരുമനസ്സ് നിറവേറ്റുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോൾ മാമോദിസ സ്വീകരിച്ചവരെ ഫോട്ടോയ്ക്കായിട്ട് നിൽക്കുന്നു. അത് കഴിയുമ്പോൾ ഇവർക്ക് ഉത്തരിയും മറ്റു മാതാ ഞങ്ങളെ അഭിഷേകമുള്ളവരാക്കി തീർത്ത അഭിവന്യ ആൻഡ്രൂസ് പിതാവിനെ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം പിതാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയും നന്ദിയും പറയുന്നു. ഒപ്പം പിതാവിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാവിനോടൊപ്പം ഇടയ്ക്ക് കടന്നു വന്ന് തിരുകർമ്മങ്ങളിൽ സഹായിയായി നിന്ന പിതാവിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീനിവാസ് നീലങ്കാവിലച്ഛന് ഏറെ സ്നേഹത്തോടെ നന്ദികൾ അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ദൈവവചനത്തിലൂടെ ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ദൈവവചനത്തെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വികാരി ബഹുമാനപ്പെട്ട ഫ്രാങ്കോ അച്ഛനോടാണ്. കുഞ്ഞുങ്ങളായ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഞങ്ങളെ വിശുദ്ധിയുള്ളവരും നിർമ്മലരും ആക്കി തീർത്ത സ്നേഹമുള്ള ഫ്രാങ്കോ അച്ഛന് ഹൃദയം നിറയെ നന്ദികൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്നതിന് കുമ്പസാരിച്ചൊരുങ്ങുവാൻ, ഈശോയുടെ സ്വന്തമായി തീരുവാൻ, അഭിഷേകമുള്ള തീക്ഷ്ണതയുള്ള ഈശോയുടെ പടയാളികളാകുവാൻ ഈ ദിവസങ്ങളിലെ ക്ലാസുകളിലൂടെയും പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ഞങ്ങളെ ഒരുക്കിയ ഞങ്ങളുടെ സ്നേഹമുള്ള വിൻസി ടീച്ചർക്കും സിജി ടീച്ചർക്കും വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാന അധ്യാപിക വേറോണിക്ക ടീച്ചർക്കും ഹൃദയത്തിൽ നിന്നും ഉയർന്ന പ്രാർത്ഥനകളും നന്ദികളും അർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഏറ്റവും അധികം മനോഹരമായി തീർക്കുവാൻ ഓടി നടന്ന് പ്രവർത്തിച്ച കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും നന്ദിയുടെ നറുമലരുകൾ. മനോഹരമായ ഗാനാലാപനത്തിലൂടെ സ്വർഗീയമായ ഞങ്ങളെ ഉയർത്തിയ ഗായക സംഘത്തിനും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിൽ സഹായികളായി നിന്ന ആൾത്താര സംഘം, ഓടി നടന്ന ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ദേവാലയ ശുശ്രൂഷി ബോസേട്ടൻ, അൾത്താര മനോഹരമായി അലങ്കരിച്ചവർ എന്നിവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നേ ദിനം ഏറ്റവും ആഘോഷവും മനോഹരമായി തീരുവാൻ അഭിമന്യ പിതാവിന്റെ സാന്നിധ്യം ഒരുക്കി തന്ന അരക്കൽ ബെന്നിച്ചേട്ടനും കുടുംബത്തിനും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രാർത്ഥന കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായങ്ങൾ കൊണ്ടും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഒപ്പമായിരിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന നന്ദികൾ അർപ്പിക്കുന്നു. ഇനി നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ സ്നേഹമുള്ള മാതാപിതാക്കളോടാണ്. പ്രിയപ്പെട്ട പപ്പയും അമ്മയും, ഇന്ന് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം അണിഞ്ഞ് ഈശോയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയും ത്യാഗവും വഴിയാണ്. ഞങ്ങളെ വളർത്തി വലുതാക്കി ഈ പുണ്യദിനത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം അവരും പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ത്യാഗം നിറഞ്ഞ പ്രാർത്ഥനകൾക്കും സ്നേഹവാത്സല്യങ്ങൾക്കും കരുതലിനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. എന്നും ഈശോയെ സ്വന്തമായിരിക്കുവാനും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാനുമുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിനും തീരുമാനത്തിനും ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടൊപ്പം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഏവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ 5ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയ്ക്കായി ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആൻഡ്രൂസ് പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. പിതാവിൻ്റെ അനുഗ്രഹദായകമായ പ്രഭാഷണവും വിശുദ്ധ കുർബാനയിലൂടെയും തൈലാഭിഷേകത്തിലൂടെയെല്ലാം മാമോദിസയിലെല്ലാം നമ്മളെ വിശുദ്ധ ജനമായി തീർക്കുവാനുള്ള അനുഗ്രഹിച്ച നിമിഷങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. 2ാമത്തെ ജപമാല രഹസ്യത്തിൽ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്.
പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു അനുഭവം പറയാനുള്ളത്, ഇന്ന് കുർബാന സ്വീകരിച്ച കുട്ടികൾക്കായി പറയുന്ന ഒരു അനുഭവമാണ്. ജമ്മു കാശ്മീരിൽ 2019 ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ വിശുദ്ധ കുർബാനയുമായി ജെറീക്കോ പ്രാർത്ഥന ജമ്മു കാശ്മീർ നടക്കുമ്പോൾ ബോർഡറിൽ പോയി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ അവിടെ ജമ്മു കാശ്മീരിൽ പിതാവ് ഇമാൻ പിതാവിനോട് ചോദിച്ചു, ഞങ്ങൾ ബോർഡറിൽ പോട്ടെ ചോദിച്ചു. പിതാവ് പറഞ്ഞു, പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ അവിടെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ നിലനിൽക്കുന്ന അവസ്ഥയാണ്, അതുകൊണ്ട് ഞാൻ കാലത്ത് പറയാം. കാലത്ത് പിതാവ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോകാൻ പറ്റില്ല, കാരണം ഇന്ന് ഫയറിംഗ് ആണ്. അവിടെ ഫയറിംഗ് 2 സ്ത്രീകൾ മരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാത്രി മുഴുവനും ദീപികാരുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ബോർഡറിൽ, ഇന്ത്യൻ ബോർഡറിൽ, പാകിസ്ഥാൻ ബോർഡറിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു. അപ്പോൾ പിതാവിന് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയും പോകുന്നുണ്ട്, പിതാവ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ അങ്ങനെ പോയി. ഉരി എന്ന ആ സ്ഥലത്താണ് ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് അപ്പോൾ പിതാവ് പറഞ്ഞു, എൻ്റെ ഒരു അച്ഛനുണ്ട് അവിടെ സ്കൂൾ നടത്തുന്നത് തൊട്ടടുത്ത്, അവിടുത്തെ കമാൻഡർ ഓഫീസറുടെ മകൻ ആ സ്കൂളിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ അച്ഛനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ദിവ്യകാരുണ്യമായി വണ്ടിയിൽ യാത്ര ചെയ്ത് അവിടെ പോയപ്പോൾ ആ അച്ഛനെ കണ്ട് അച്ഛൻ പറഞ്ഞു, ആ ഓഫീസറെ പോയി കാണാമെന്ന് പറഞ്ഞു. ഓഫീസറെ പോയി കണ്ടു. ഓഫീസർ പറഞ്ഞു, ഒരിക്കലും ഇന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് ഈശോ എന്നോട് പറഞ്ഞു, ഈ ഓഫീസറോട് നേരിട്ട് പോയി ചോദിക്കുക. അപ്പം ഞാൻ പോയി ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തി സംഭരിച്ചുകൊണ്ട് ഞാൻ പോയി പറഞ്ഞു, വി ആർ കമ്മിങ് ഫ്രം കേരള ടു പ്രൊട്ടക്ട് ഇന്ത്യൻ ആർമി ആൻഡ് ബോർഡർ ടു പ്രയർ. അപ്പോൾ ഓഫീസർ പറഞ്ഞു, യു ഗോ ഗോ. അപ്പം ഞങ്ങൾ പോയി. അങ്ങനെ മടങ്ങിപ്പോയ ആളുകൾ ഞങ്ങൾ പോയിട്ട് എല്ലാവരും പോയി, 3-4 പേര് പോയി. ഞങ്ങൾ ആ ബോർഡറിൽ സീറോ ലാൻഡിൽ, ബോർഡർ എന്നത് സീറോ ലാൻഡാണ്, ആ സീറോ ലാൻഡിൽ പോയി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ദിവ്യകാരുണ്യ ഈശോ ഞങ്ങൾക്ക് ശക്തി നൽകി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വലിയ അനുഗ്രഹം, ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആ ദിവ്യകാരുണ്യത്തെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൂടെ എന്നും
അഡ്വക്കേറ്റ് ഫാദർ പ്രേമകുട്ടിയിലേക്ക് നമ്മുടെ പ്രിയ വെറോനിക്ക ടീച്ചർക്ക് സമ്മാനം നൽകുന്നതിനായി ജ്വാല റോസിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വെറോനിക്ക ടീച്ചറെ ക്ഷണിക്കുന്നു. വിൻസി ടീച്ചർക്ക് സമ്മാനം നൽകുന്നതിനായി ഗോഡ്വിൻ CPA വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വിൻസി ടീച്ചറെ ക്ഷണിക്കുന്നു. സിജി ടീച്ചർക്ക് ഉപഹാരം നൽകുന്നതിനായി ഹെവൻ ജോണിനെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സിജി ടീച്ചറെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിച്ച വികാരിയച്ഛനും ടീച്ചേഴ്സിനും നൽകിയ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. കർത്താവിനെ കുറിച്ചറിഞ്ഞവരങ്ങനെയാണ് തിരുസന്നിധിയിൽ നിന്ന് വേർപെട്ട് പോകാൻ വല്ലാത്ത പാടാണ്. അതുകൊണ്ട് ആർക്കും പോകണമെങ്കിൽ പോകാൻ ഞങ്ങളുടെ ആരെങ്കിലും ഒപ്പം തിരക്കില്ലാതെ ഞങ്ങളുടെ ഒപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട്, ഡീക്കനുണ്ട്, അച്ഛനുണ്ട്, ടീച്ചേഴ്സുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആർക്കും ആഗ്രഹമുണ്ടെങ്കിൽ 5 മിനിറ്റ് സമയം ഞങ്ങൾക്ക് ഉണ്ടാവും. നമ്മുടെ നടത്താം. അല്ലെങ്കിൽ നിങ്ങളുടേതായ പ്രൊഫഷൻ നോക്കി പള്ളിയുടെ അതിലും വർത്തമാനം പറയാതെ സൂക്ഷിക്കാൻ